ചരിത്രം കുറിച്ചാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചത്. ആ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ബിജെപിയുടെ കേരളത്തിലെ ആദ്യ മേയർ വി രാജേഷാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം. നമസ്കാരം. മേയർ എന്ന നിലയിലുള്ള ആദ്യ ദിവസങ്ങളാണ്. ഒരുപാട് പരിപാടികളിൽ മേയർ എന്ന നിലയിൽ കാണുന്നു, ഒരുപാട് വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. എന്താണ് ആദ്യ ദിവസങ്ങളിലെ അനുഭവം? വളരെ പ്രതീക്ഷ നൽകുന്ന അനുഭവമാണ്. ഇത്രയും കാലം പൊതുപ്രവർത്തനം നടത്തിയ ശേഷം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പോൾ ലഭിച്ച ഈ ചുമതല വെച്ചുകൊണ്ട് വളരെ വലിയ നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിന് സമ്മാനിക്കുവാനുള്ള, അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ പ്രായോഗിക തലത്തിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു പരിശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. എബിവിപിയിലൊക്കെ പ്രവർത്തിക്കാൻ അധികം ആരും തയ്യാറാകാത്ത കാലത്ത് സംഘടനയിൽ പ്രവർത്തനം തുടങ്ങിയ വ്യക്തിയാണല്ലോ താങ്കൾ. ഇങ്ങനെ ഒരു സ്ഥാനമൊക്കെ ലഭിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കും, അത് പ്രധാനമന്ത്രിയാവുന്ന ആളായിക്കോട്ടെ, ബൂത്ത് പ്രസിഡന്റ് ആവുന്ന ആളായിക്കോട്ടെ, ഒരു കാരണവശാലും ഒരു സ്ഥാനത്ത് ഞാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ശരിയുമല്ല. പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്രത്തോടുള്ളൊരു വിശ്വാസമുണ്ട്, ആശയത്തോടുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് അർഹിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചേരും. അത്ര മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ കുടുംബമായിരുന്നു. ഇടതുപക്ഷത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് SFI പ്രവർത്തകനായിരുന്ന വി രാജേഷ് എങ്ങനെയാണ് ബിജെപിയിലേക്ക്? അതാണ് താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു പ്രസക്തി. ABVP-യിലൊന്നും ഒരുപാട് പേർ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്ത കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും സേഫായിട്ടുള്ള, ഒഴുക്കിന് അനുകൂലമായി പൊക്കൊണ്ടിരുന്ന ഒരു സംവിധാനത്തിൽ നിന്നാണ് ഒഴുക്കിനെതിരെ നീന്താൻ വേണ്ടി ഇറങ്ങിയത്. മനസ്സിലായി കാണുമല്ലോ. അതായത് അന്ന് ആ ഒഴുക്കിനോടൊപ്പം നിന്നുകൊടുത്താൽ മതി, വ്യക്തിപരമായി ലഭിക്കേണ്ടതെല്ലാം ലഭിക്കും. ആ സമയത്താണ് ആ ഒഴുക്കിനെതിരെ നീന്താൻ വേണ്ടി വളരെ കുറച്ച്, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വളരെ കുറച്ചു പേർ മാത്രം ഒളിച്ചും പതുങ്ങിയും ആശങ്കപ്പെട്ടുമൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നൊരു പ്രസ്ഥാനത്തിലേക്ക് ഞാൻ അങ്ങ് നേരിട്ട് മുഴുവൻ സമയം പ്രവർത്തിക്കാൻ വേണ്ടി എടുത്തു ചാടിയത്. അത് 90കളിൽ നടന്ന അയോധ്യ മൂവ്മെന്റ്, അതോടൊപ്പം നടന്ന അന്ന് മാർക്സിൽ നിന്നും മഹർഷിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് പരമേശ്വർജിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യുവജന മുന്നേറ്റം, ഇതൊക്കെ വളരെ, അയോധ്യ മൂവ്മെന്റാണ് ഏറ്റവും പ്രധാനമായിട്ട്, മുരളി മനോഹർ ജോഷിയുടെ കാശ്മീരിലേക്കുള്ള ഏകതാ യാത്ര, ഇതൊക്കെ രണ്ടും കൽപ്പിച്ച് ആ ആശയത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു പ്രേരണ നൽകി. അന്ന് ABVP നെടുമങ്ങാട് താലൂക്ക് പ്രസിഡന്റാണ് ABVP-യുടെ. വളരെ ഒരു 2-3 വരെയൊക്കെ വെച്ചിട്ട് ഒരു താലൂക്ക് കമ്മിറ്റി റൺ ചെയ്തുകൊണ്ട് പോവുക. 5 വർഷം താലൂക്ക് പ്രസിഡന്റായിരുന്നു. അതിലൊരു ലഹറുണ്ടായിരുന്നു, അതിലൊരു എന്തൂസിയാസം ഉണ്ടായിരുന്നു. അത് കണ്ടെത്തി മുന്നോട്ട് പോകും. പക്ഷെ നമ്മൾ അപ്പോഴും ദേശീയ തലത്തിലുള്ള പരിപാടികൾക്ക് പോകാറുണ്ട്. ഒരു ആവേശമാണ്. അവിടെ ചെന്ന് കാണുമ്പോഴാണ് കോൺഫിഡൻസ് വർദ്ധിക്കും. ഒരു വർഷത്തിൽ ഒരു ദേശീയ തലത്തിലുള്ള പരിപാടിക്ക് പോയാൽ പിന്നെ ഒരു വർഷം പ്രവർത്തിക്കാനുള്ള ഊർജ്ജം അവിടെ നിന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചാണ് ഇവിടേക്ക് എത്തിയത്. എതിർപ്പുകൾ ഉണ്ടായില്ലേ? പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ തരത്തിലും ഉണ്ടായി. മർഡർ കേസിൽ വരെ കൊടുക്കുവാനുള്ള പരിശ്രമമുണ്ടായി, വാഗ്ദാനങ്ങളുണ്ടായി, പ്രലോഭനങ്ങളുണ്ടായി, പിന്നെ ഭീഷണികളുണ്ടായി, സ്റ്റുഡൻറ് സെന്ററിന് മുമ്പിൽ കൂടി ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി, ഒക്കെ ഉണ്ടായി. അതൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായ സമയത്ത് അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലൊരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യായിരുന്നു. ആ ഡെവലപ്പ് ചെയ്ത കപ്പാസിറ്റിയാണ് പിന്നീട് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറിയത്. പൂജപ്പുരയിൽ ആണ് ആദ്യം മത്സരിക്കുന്നത് അല്ലേ, കോർപ്പറേഷനിലേക്ക്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ വി രാജേഷിന് പൂജപ്പുരയിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന തരത്തിലൊക്കെ ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷത്ത് ഇരുന്നുള്ള പരിചയം ഇപ്പോൾ മേയർ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഉപകാരപ്പെടുന്നുണ്ടോ? അപ്പോൾ അന്നത്തെ ആ തീരുമാനം ശരിയായിരുന്നു, നേതാക്കൾ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് തോന്നുന്നു. താങ്കൾ ആദ്യം പറഞ്ഞത് ശരിയാണ്. പൂജപ്പുരയിൽ മത്സരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്. എൻ്റെ ജില്ലയിൽ ഒരു 1500-1700 സ്ഥാനാർത്ഥികൾ പഞ്ചായത്തുകളിലൊക്കെ ആയിട്ട് മത്സരിക്കുകയാണ്. 75 പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനൊക്കെ ആയിട്ട് മത്സരിക്കുകയാണ്. ഞാൻ ഇവരെയൊക്കെ തന്നെ സ്ഥാനാർത്ഥം കൊടുത്ത് പരിപാലിച്ച് പരമാവധി ആൾക്കാരെ വിജയിപ്പിക്കുക, കോർപ്പറേഷന്റെ ഭരണം പിടിക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിലങ്ങനെ മുഴുകി നടക്കുന്ന സമയത്താണ് സംസ്ഥാന അധ്യക്ഷൻ അന്നത്തെ K. സുരേന്ദ്രൻജി വിളിച്ചിട്ട് ഒരു ദിവസം രാത്രി പറഞ്ഞു, മറ്റന്നാൾ നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റാണ്, പൂജപ്പൻ നോമിനേഷൻ. ഞാൻ അപ്പോഴും അത്ഭുതപ്പെട്ടുപോയി. സത്യത്തിൽ കോർപ്പറേഷനിൽ വോട്ടർ പട്ടികയിൽ എൻ്റെ പേരുണ്ടോ എന്ന് പോലും ഞാൻ നോക്കിയിരുന്നില്ല. ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ സുരേന്ദ്രൻജിയൊക്കെ അതൊക്കെ നോക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മടിച്ചു ആണെങ്കിലും പിന്നെ പാർട്ടിയുടെ തീരുമാനമായതുകൊണ്ട് പൂജപ്പുരയിൽ മത്സരിച്ചു. അപ്പോൾ പൂജപ്പുരയിൽ മത്സരിക്കുമ്പോഴേക്കും പറഞ്ഞത് പാർട്ടിക്ക് ഭരണം കിട്ടാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ വനിതയാണ് മേയറായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സീനിയർ ലീഡേഴ്സ് അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടെ കാര്യം പുതിയതായിട്ട് ഭരണം ഏൽക്കുകയാണല്ലോ. അങ്ങനെയാണ് മത്സരിച്ചത്. മത്സരിച്ചപ്പോൾ ഭരണം കിട്ടിയില്ല. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തെത്തി.
അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം അങ്ങ് ആസ്വദിച്ചങ്ങ് ചെയ്തു. അന്ന് ജില്ലാ പ്രസിഡന്റ് കൂടെ ആയിരുന്നുകൊണ്ട് തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കാൻ സാധിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ശക്തമായ അപ്പോൾ പ്രതിപക്ഷത്തിന് ഒരുപാട് പ്രവർത്തിക്കുവാനുള്ള മേഖലയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് വന്നു. ജനങ്ങളുടെ ഭാഗത്ത് വളരെ വലിയ പിന്തുണ കിട്ടി. ഞങ്ങൾ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും ശരിയായിരുന്നു. ആ ശരിയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഇപ്പോൾ ഭരണത്തിലെത്താൻ സാധിച്ചത്. മേയർ നമ്മുടെ മുൻ ഭരണമൊക്കെ വലിയ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. ആക്സസിബിൾ ആയിരുന്നില്ല മേയർ എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ആക്സസിബിൾ ആകാൻ, ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മേയർ ആകാനുള്ള ശ്രമമുണ്ടോ? അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അത് ഞാൻ മേയർ ആയതിനു ശേഷമുള്ള പരിശ്രമമല്ലല്ലോ. ഇപ്പോൾ ABVPയുടെ താലൂക്ക് പ്രസിഡന്റായിരുന്ന സമയം മുതൽ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, BJPയുടെ ജില്ലാ പ്രസിഡന്റ്. ഈ സമയത്തൊക്കെ തന്നെ ഏതൊരു പ്രവർത്തകരും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും എൻ്റെ അടുത്ത് വരാൻ വേണ്ടി ഒരു റെസ്ട്രിക്ഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കായിക്കോട്ടെ, ഒരു പരിചയമില്ലാത്തവർക്കായിക്കോട്ടെ, നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ ഒരാൾ നമ്മുടെ അടുത്തൊരു ആവശ്യത്തിന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വരണം, അവർ സംസാരിക്കണം. അതേ ശൈലി മേയർ ആയിരുന്നപ്പോഴും പരമാവധി കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മേയർ ഇത്തവണ അഭിനന്ദനം അർഹിക്കുന്നത് രാഷ്ട്രീയ യുദ്ധം പ്രഖ്യാപിച്ചില്ല എന്നതുകൊണ്ടാണ് എന്ന് കാട്ടിയുള്ള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഒരു കുറിപ്പ് വലിയ ചർച്ചയും വാർത്തയും ഒക്കെയായി. ബോധപൂർവമാണോ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്? അല്ല, എന്തിനാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്? ഞങ്ങളിപ്പോൾ ഭരണപക്ഷത്താണ്. ഭരണപക്ഷത്തിരിക്കുമ്പോഴേക്കും പരമാവധി ഞങ്ങൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണം മെച്ചപ്പെടുത്തുക, ജനങ്ങൾക്ക് പരമാവധി സൗകര്യങ്ങൾ എങ്ങനെ പ്രദാനം ചെയ്യാമെന്ന് ചിന്തിക്കുക. ഇത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. യുദ്ധപ്രഖ്യാപനം നടത്തേണ്ട ആവശ്യമില്ല. സഹകരിക്കാൻ സാധ്യതയുള്ളവരെയൊക്കെ തന്നെ പരമാവധി സഹകരിപ്പിക്കുക. അല്ലാത്തവർ അവർക്ക് ഏത് തരം വരെ സഹകരിക്കാൻ സാധിക്കുമോ അങ്ങനെ സഹകരിച്ചിട്ട് അവർ നിൽക്കട്ടെ. ഈ സ്റ്റാൻഡ് എടുത്ത് പോകുമ്പോഴേക്കും യുദ്ധപ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലാത്ത സ്ഥലത്ത് യുദ്ധപ്രഖ്യാപനം നടത്തണ്ടല്ലോ. പിന്നെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നന്നായിട്ട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഭരണപക്ഷത്താവുമ്പോൾ ഭരിക്കുക എന്നുള്ളതാണ്. നാളെ ഈ പ്രശംസ വിമർശനത്തിന് വഴിമാറുമോ എന്നൊരു സംശയം ആ കുറിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ല, സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും അവരുടേതായ വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ നിന്നും വിമർശിക്കേണ്ട അവസരം വിമർശിക്കും. അങ്ങനെയുള്ള വിമർശനങ്ങളെ സ്വാഗതം ചെയ്യും. ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ട ആവശ്യമില്ല, നമ്മൾ തിരുത്തും. അപ്പോൾ ആ ഒരു ചിന്താഗതിയുടെയൊക്കെ ഭാഗമായിരുന്നു ആദ്യം മുഖ്യമന്ത്രിയെ തന്നെ വിളിച്ചുകൊണ്ട് തുടങ്ങാം എന്നൊരു? സ്വാഭാവികമല്ലേ. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ മുഖ്യമന്ത്രി, പിന്നെ ഗവർണറെ നമുക്ക് അങ്ങനെ എപ്പോഴും വിളിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വിളിക്കാൻ ഗവർണറെ ഞങ്ങൾ പോയി കണ്ടിരുന്നു. അപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വിജയസാധ്യത ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാൻ വിളിച്ചു. സെക്രട്ടറിയോട് പറഞ്ഞു മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, നോമിനേഷൻ കൊടുക്കാൻ പോകണം മേയറായിട്ടെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി ഈ സ്ഥലത്തില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം വന്നപ്പോഴേക്കും സെക്രട്ടറി വിളിച്ചിട്ട് തിരിച്ച് ഫോൺ തന്നു. നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്, ഞങ്ങൾ ജയിക്കും, എല്ലാ പിന്തുണയും സഹായവും ഉണ്ടാവണം, ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിച്ചത്. പക്ഷേ കേന്ദ്ര ഭരണം കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നു എന്ന ആരോപണം, ആ വിമർശനം എപ്പോഴും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉള്ള സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തായിരുന്നു? അതൊരു പാഠമാണോ? അല്ല, കേന്ദ്രം ഒരു സംസ്ഥാന സർക്കാരിനെയും വരിഞ്ഞു മുറുക്കാൻ നോക്കാറില്ല. രാഷ്ട്രീയമായി പല ആരോപണങ്ങളും പറയാറുണ്ട്. അവർ പറയുന്ന അവരുടെ രാഷ്ട്രീയ നിലപാടാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായുള്ള സമീപനമാണ് നാളെ ദൂരെ തോന്നിയിട്ടുള്ളത്. ആശംസ അല്ലെങ്കിൽ വിളിച്ച് മുഖ്യമന്ത്രിയെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്, ചെറിയൊരു അന്വേഷണം നടത്തിയാൽ BJPയുടെ വിജയം എങ്ങനെ ഉണ്ടായി എന്നത് അറിയാം എന്ന വലിയ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ആ വിജയത്തിന് പിന്നിലെ കറുത്ത കൈ എന്നറിയാം എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയമാണ് പ്രധാനം. ഓരോ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് ഓരോ തന്ത്രങ്ങളുണ്ട്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയും ജനാധിപത്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പയറ്റാറുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ജയിക്കാൻ വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമോ അതൊക്കെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. സ്വാഭാവികമായിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറുള്ള CPM പ്രവർത്തകരുണ്ടെങ്കിൽ അവരുടെ വോട്ട് ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ അവർ ആവശ്യപ്പെടും. കോൺഗ്രസിന്റെ പ്രവർത്തകർ, ഈ ഭരണം അടുത്തവർ, ഓൾട്ടർനേറ്റീവ് BJP ആണെന്ന് കണ്ട നിരവധി പേർ വോട്ട് ചെയ്ത് കാണാം. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയമാണ് മുഖ്യം. നിയമത്തിനകത്തുനിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ജയിക്കാൻ സാധിക്കും അതൊക്കെ ഞങ്ങൾ ചെയ്യും. പക്ഷേ അവിടെ കൃത്യമായും ആരോപണം ഉയരുന്നത് കോർപ്പറേഷൻ പിടിക്കാൻ BJPയും കോൺഗ്രസും പരസ്പരം സഹായിച്ചു എന്നതാണ്. അല്ല, കോൺഗ്രസ് സഹായിച്ചാൽ കോൺഗ്രസിന് 19 സീറ്റ് എങ്ങനെ കിട്ടും? കോൺഗ്രസിന്റെ പ്രവർത്തകർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകാം, CPMന്റെ പ്രവർത്തകർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. CPMന് മാത്രം അവകാശപ്പെടുന്ന പല സീറ്റുകളും ഞങ്ങൾ ജയിച്ചല്ലോ, അത് CPM പ്രവർത്തകർ വോട്ട് ചെയ്തിട്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാകണം, ഓൾട്ടർനേറ്റീവ് BJP ആണ് എന്നൊരു ഇംപ്രഷൻ ജനങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 5 വർഷം കൊണ്ട് ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. ആ ഒരു സാധ്യത എന്നുകൊണ്ട് ആണ് CPM കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇനി കാക്കുന്നത് പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടിയിട്ടാണ്. അതൊരു വലിയ പ്രഖ്യാപനമായിരുന്നു. ഇനിയിപ്പോൾ പ്രധാനമന്ത്രിക്ക് മുൻപേ അമിത്ഷാ സംസ്ഥാനത്തേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വികസന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ എന്നതാണ്
എല്ലാവരും ഉറ്റുനോക്കുന്നത്? സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ചില കൺസെപ്റ്റുകൾ ഞങ്ങൾ മുകളിലേക്ക് ധരിപ്പിച്ചിട്ടുണ്ട്, ചില തയ്യാറാക്കി വരുന്നു. പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഇടപെടലുണ്ടാവും. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുകൂടി സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ വരുമ്പോഴേക്കും നമ്മുടെ നഗരം ലോകോത്തര നഗരങ്ങളിലൊന്നായി മാറുവാനുള്ള സാധ്യതകളാണ് ഞങ്ങൾ കാണുന്നത്. എന്തൊക്കെയാണ് പ്രയോറിറ്റീസ് ഞങ്ങൾ പറഞ്ഞല്ലോ. ആദ്യം നമ്മൾ ഏതൊരു വികസന പദ്ധതിയും ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ ആദ്യം ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഒരു ഭാഗത്ത് ഞങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും പറയുന്നത് തന്നെയാണ്, വേസ്റ്റ് മാനേജ്മെന്റിൽ തുടങ്ങിയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടക്കുമ്പോൾ പാരലായിട്ട് ഞങ്ങൾ കൊണ്ടുവരേണ്ട വലിയ വലിയ പ്രോജക്റ്റുകൾ. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് രാവിലെ ഇവരോട് സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും നമ്മൾ വിഴിഞ്ഞവുമായിട്ട് കണക്ട് ചെയ്ത് എന്തൊക്കെ പ്രോജക്റ്റുകൾ കൊണ്ടുവരാം, IT സെക്ടർ എങ്ങനെ കൊണ്ടുപോകാം, റോഡ് ഡെവലപ്മെന്റിൽ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളുണ്ട്. ഇപ്പം മുഴുവൻ റോഡുകളും ഒരേ രീതിയിൽ കോർപ്പറേഷൻ റോഡുകൾ നിർമ്മിക്കുവാൻ വേണ്ടി എന്ത് പ്രോജക്റ്റ് നമുക്ക് കൊണ്ടുവരാം. ഈ രീതിയിലുള്ള ഒന്ന് ഗതാഗത സൗകര്യം വർദ്ധിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് ഞങ്ങൾ പരിഹരിക്കും. മാലിന്യ പ്രശ്നം പറഞ്ഞപ്പോൾ ഇൻഡോർ ആയിരുന്നു ഒരു മാതൃകയായിട്ട് എടുത്തു പറഞ്ഞത്. വി രാജേഷിന്റെ ദൗർഭാഗ്യം കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, തൊട്ടടുത്ത ദിവസം അവിടെ മലിനജലം കുടിച്ച് വലിയ അത്യാഹിതം സംഭവിക്കുന്ന കാര്യം വന്നു. അത് വലിയ രീതിയിൽ ചർച്ചയായി, വിമർശനമായി, ട്രോളുകളായി. അപ്പോൾ ഇനി ഒരു പുനർവിചിന്തനം അക്കാര്യത്തിലുണ്ടോ? അല്ല, അവിടെ 7 വർഷം മനോഹരമായി നടത്തിക്കൊണ്ടിരുന്ന പദ്ധതിയാണല്ലോ. ഏതോ ഒരു സ്റ്റേജിൽ അവിടെ എവിടെ ഒരു പാളിച്ച ഉണ്ടായി. അത് സ്വാഭാവികമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ട് കറക്റ്റ് ചെയ്യും. എന്ന് വെച്ചിട്ട് കഴിഞ്ഞ 7 വർഷം നടന്നത് മുഴുവനും പരാജയമാണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. എവിടെയാണ് പാളി? ഇപ്പോൾ വിമാനാപകടങ്ങൾ സംഭവിക്കുന്നില്ലേ എന്ന് കരുതിയിട്ട് പോകുന്ന എല്ലാ വിമാനാപകടം സംഭവിക്കുമല്ലോ. ഇത് എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഗോവയിൽ അതേ സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ഗോവയിൽ നടപ്പിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയിച്ച സാങ്കേതിക വിദ്യ എവിടെയുണ്ടെങ്കിലും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ നമ്മളിവിടെ പ്രയോജനപ്പെടുത്തും. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇൻഡോർ തന്നെ മാതൃക. ഞാൻ പറയുന്നത് ഇൻഡോറിൽ സാങ്കേതിക വിദ്യ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് ഗോവയിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് എത്ര വർഷം കഴിഞ്ഞു. അപ്പോൾ ബേസിക് ടെക്നോളജി അത് തന്നെയാണ്. ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ, തിരുവനന്തപുരത്തിന്റെ സാഹചര്യത്തിൽ അതിനെ എങ്ങനെ നമുക്ക് കൺവെർട്ട് ചെയ്ത് പ്രയോജനപ്പെടുത്താം, അതായിരിക്കും ചർച്ച. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമുള്ള 113 ബസ്സുകളുടെ കാര്യത്തിൽ വലിയ വിവാദമാണ്. അപ്പോൾ വേണമെങ്കിൽ ബസ് തിരിച്ചു തരാമെന്ന് ഗതാഗത മന്ത്രി പറയുന്നു. വലിയ വിവാദം ഇപ്പോഴും തുടരുകയാണ്. എന്താണ് ആ ബസ്സുകളുടെ ഭാവി? ബസ് ആരും തിരിച്ചു ചോദിച്ചില്ല. ആ ബസ്സുകളുടെ പ്രശ്നം രാവിലെയും വൈകുന്നേരവും പീക്ക് ടൈമിൽ അത് നഗരത്തിന്റെ ഉൾ റോഡുകളിലൂടെ ഓടണം. കാരണം അവിടെയുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങണമെങ്കിൽ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എഗ്രിമെന്റിലുള്ള കാര്യമാണ്. അത് പാലിച്ചു കഴിഞ്ഞാൽ ഈ ദിവസ കൂലിക്ക് ജോലിക്ക് പോകുന്ന പാവങ്ങളുണ്ട്, അവർക്ക് ഓട്ടോ പിടിക്കാതെ മെയിൻ റോഡിലെത്താൻ വേണ്ടി ഈ ബസ്സുകൾ പ്രയോജനപ്പെടും. അത് ആ സമയത്ത് അവിടെ ഓടണം എന്നുള്ളൊരു ഡിമാൻഡ് മാത്രമാണ് ഞങ്ങൾ വച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാകുന്നത് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പാകെ വരുമ്പോഴേക്കും അവരൊക്കെ തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കോർപ്പറേഷൻ നിലപാടിൽ ഉറച്ചു നിൽക്കും. അല്ല, നിലപാടെന്ന് പറഞ്ഞാൽ എഗ്രിമെന്റിലുള്ള കാര്യം, അതാ എഗ്രിമെന്റിലുള്ള കാര്യമാണ്. മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ, ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ അന്ന് പറഞ്ഞതുപോലെ എന്നെക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു MLAയും മന്ത്രിയൊക്കെ ആയ ആൾക്കാരില്ലേ. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് മേയറായിരുന്ന വി ശിവൻകുട്ടി തന്നെയാണ് ഇത് അപക്വമായ നിലപാടെന്ന് പറഞ്ഞത്. ഞാൻ അതിലൊരു കമന്റും പറയുന്നില്ല. ഞാൻ മേയറായിരിക്കുന്ന കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് പരമാവധി നിയമപ്രകാരമുള്ള ഇവിടെ ഈ കോർപ്പറേഷന്റെ ഷെൽഫിൽ സൂക്ഷിച്ചിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരമുള്ള കാര്യങ്ങൾ കിട്ടണമെന്ന് സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും. അതിനുവേണ്ടി നിലപാട് സ്വീകരിക്കും. ആ നിലപാടൊരു യുദ്ധപ്രഖ്യാപനമോ അതൊരു വെല്ലുവിളിയൊന്നുമല്ല, അങ്ങനെ എടുക്കാനും പാടില്ല. ഇനി മറ്റുള്ള റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഇവിടേക്ക് വരണം, അവിടെ കൂടുതൽ ബസ്സുകളുടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ബസ്സുകൾ വാങ്ങണം. പുത്തരിക്കണ്ടവുമായി ബന്ധപ്പെട്ട് ചില പരിശോധനകളൊക്കെ നടത്തി. എന്താണ് അവിടെ പുലരി കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. ഏകദേശം 1000 പേരാണ് കൂട്ടായ്മ. രാവിലെയും വൈകുന്നേരം പല സമയമായിട്ട് 1000 പേരോളം അവിടെ നടക്കാൻ വരാറുണ്ട്. അവർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവിടെ സന്ദർശിക്കണം, കുറച്ച് ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 6:30 മണിക്ക് അവർ നടക്കാൻ പോയപ്പോൾ അവരോടൊപ്പം പോയി ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അവരുടെ സ്ത്രീകൾ യോഗ ചെയ്യുന്ന, സുംബ ഡാൻസ് ചെയ്യുന്ന സ്ഥലമൊക്കെ കണ്ടു. അവിടെ കുറച്ച് അസൗകര്യമുണ്ട്. അത് ലേഡീസ് കൂടെ വന്ന് കാണിച്ചു തന്നു. അപ്പം തന്നെ അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ ഉണ്ടായിരുന്നു, അവരോട് സംസാരിച്ചു. നാളെയോ മറ്റന്നാളോ ആ പ്രദേശത്തുള്ള വാർഡ് കൗൺസിലർമാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പരിഹരിക്കും. നഗരത്തിന്റെ മറ്റൊരു വലിയ ഇഷ്യൂ ആണ് പാർക്കിംഗ്. അപ്പോൾ അത് പരിഹരിക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും പദ്ധതികൾ? കുറെ പാർക്കിംഗ്, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങളൊക്കെ കഴിഞ്ഞ ഭരണസമിതി നിർമ്മിച്ചിട്ടുണ്ട്. പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കും. ആദ്യം ഒപ്പിട്ടത് വയോമിത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പേപ്പറിലാണ്. അപ്പോൾ അത് 50 ലക്ഷം എന്നത് 50 കോടിയാക്കി വലിയ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ നടന്നു.
അത് ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്ന തരത്തിൽ തിരുത്ത് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ആസൂത്രിതമാണ് എന്ന തരത്തിലുള്ള വലിയൊരു വിമർശനം കൂടി വരുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടു. ചെയ്തവരോട് തന്നെ ചോദിച്ചു. ഞാനിവിടെ മാധ്യമങ്ങളോട് പറഞ്ഞു 50 ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതിലപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ തെറ്റിദ്ധരിപ്പിച്ച് വാർത്ത കൊടുക്കുന്നവരാണ് അതിനൊക്കെ മറുപടി പറയുന്നത്. ഞങ്ങളിവിടെ ഇത്രയും മാധ്യമങ്ങളെ വിളിച്ചിരുത്തിയിട്ട് 50 ലക്ഷം രൂപ ഇത്ര വാർഡിന് അനുവദിക്കുന്നു, അടുത്ത വാർഡുകളിൽ വ്യാപിപ്പിക്കും എന്നല്ലേ പറഞ്ഞു. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളോട് അടുത്ത കേന്ദ്രങ്ങൾ തെറ്റിദ്ധാരണ ജനിപ്പിക്കും വിധം ഞങ്ങളോട് അടുത്ത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കേന്ദ്രങ്ങളും ഞങ്ങളോട് അടുത്തില്ല. ആദ്യം തുടങ്ങി ഇപ്പോഴും പുകയുന്ന വിവാദമാണ് MLA ഓഫീസ് വിവാദം. ഓഫീസ് ഒഴിയണം എന്നതുമായി ബന്ധപ്പെട്ട് അതിപ്പോഴും ഓൺഗോയിങ് ആണ്. അതൊരു അനാവശ്യ വിവാദമായിരുന്നു എന്ന് തോന്നുന്നു. അതൊരു വിവാദം, MLA അതിനൊരു വിവാദമാക്കാൻ പാടില്ലായിരുന്നു. വ്യക്തിപരമായി സംസാരിച്ച ഒരു കാര്യം ആ രീതിയിൽ അങ്ങെടുത്ത് വിടാൻ മാത്രമേ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പക്ഷേ പരാതികളുണ്ട്, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. അത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോഴും നെയിം ബോർഡ് വെച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമില്ല. അവിടെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു. അല്ല, MLA ആയിട്ട് പ്രവർത്തിക്കുന്നു, കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്നു, 2 ഓഫീസുകളോടെ പ്രവർത്തിക്കുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ അധ്യായം എന്നുള്ളത് ശ്രീലേഖ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അദ്ദേഹം എന്നുള്ള വാക്യം ഉപയോഗിച്ചില്ല. പക്ഷേ ഇപ്പൊ പറഞ്ഞല്ലോ, CPM ഇത് വലിയ രീതിയിൽ അസഹിഷ്ണുതയാക്കി കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് BJP അധികാരമേറ്റതിന്റെ അസഹിഷ്ണുതയാണ് എന്നത് രീതിയിൽ പറയുന്നു, രാഷ്ട്രീയ വിവാദമാക്കി. എന്തുകൊണ്ടാണ് BJP അത് അത്ര കാര്യമായി നിൽക്കാതെ ശ്രീലേഖയുടെ ഒറ്റയാൾ പോരാട്ടമായി അത് മാറി? അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ കൃത്യമായിട്ട് അന്ന് മാധ്യമങ്ങളെ കണ്ടല്ലോ. MLA അതിനൊരു വിവാദമാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. 2 നന്നായിട്ട് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആൾക്കാർ നടത്തിയിട്ടുള്ള ഒരു പ്രൈവറ്റ് കോൺവെർസേഷൻ അതിനെ മാധ്യമങ്ങളോട് പറഞ്ഞ് വിവാദമാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. താങ്കൾ വിവാദങ്ങളിൽ നിന്ന് ഒഴിയാൻ ശ്രമിക്കുമ്പോൾ അതൊരു അനാവശ്യ വിവാദം സൃഷ്ടിച്ചു എന്ന തോന്നൽ താങ്കൾ ഉണ്ടാക്കിയോ? ഞാനിപ്പോൾ മേയർ എന്നുള്ള നിലയ്ക്ക് പരമാവധി എത്രയും പെട്ടെന്ന് കാര്യങ്ങളെ ഒന്ന് ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അതിൽ മാത്രമാണ് എൻ്റെ ഫോക്കസ്. ശ്രീലേഖ ഇപ്പോഴും ആ വിഷയം വിട്ടിട്ടില്ല. ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രതികരണമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീലേഖ അതൃപ്തിയിലാണോ? വളരെ സന്തോഷത്തിലാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ തമ്മിൽ 1 മണിക്കൂർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചർച്ചകൾ, സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആശയങ്ങൾ കൈമാറി വളരെ സജീവമായിട്ട് വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോഴും മേയർ സ്ഥാനത്ത് വാർഡിലേക്ക് എന്നെക്കാൾ സജീവമായിട്ട് വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. മേയർ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നുകൂടിയായിരുന്നല്ലോ ശ്രീലേഖ. അപ്പോൾ അതിനുശേഷം ഒഴിവാക്കപ്പെടുകയായിരുന്നു. VV രാജേഷ് ആ സ്ഥാനത്തേക്ക് വരികയായിരുന്നു. VV രാജേഷിനെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ ആരുടെ പിന്തുണയാണ് ഏറ്റവും ശക്തമായത്? പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് ഈ ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത്. RSSന്റെ പിന്തുണ? സംസ്ഥാന അധ്യക്ഷനാണ് എന്നോട് ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത്. RSSന്റെ പിന്തുണ? ഞാൻ പറഞ്ഞത് സംസ്ഥാന അധ്യക്ഷനാണ് എന്നോട് ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത്. അദ്ദേഹം മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പറഞ്ഞു. താങ്കളെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അയച്ച സന്ദേശം താങ്കൾ തന്നെ സമൂഹ മാധ്യമത്തിൽ അത് പങ്കിട്ടു. കേരളത്തിനുള്ള അംഗീകാരമാണ് എന്ന് പറഞ്ഞു. LDFന്റെയും UDFന്റെയും കളി സംസ്ഥാനത്ത് അവസാനിക്കാൻ പോകുന്നു എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അങ്ങനെ വലിയ പ്രതീക്ഷകളുണ്ടോ VV രാജേഷിന്? കേരളത്തിന്റെ യാഥാർത്ഥ്യം അറിയുന്ന VV രാജേഷിന് സ്വാഭാവികമായിട്ട് LDFും UDFും അല്ലാത്തൊരു ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ വരണമെന്ന് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടാണല്ലോ ഞങ്ങളിവിടെ ജയിപ്പിച്ചത്. ആണല്ലോ. അപ്പോൾ സ്റ്റേറ്റ് ക്യാപിറ്റലിൽ സംഭവിച്ചത് കേരളത്തിൽ നാളെ സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു തുടക്കം ഇതാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും യാഥാർത്ഥ്യം തന്നെയാണ്. അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് നമ്മളെ കാലൊക്കെ നന്നായിട്ട് അറിയാം. ഇപ്പോൾ എല്ലാ കണ്ണുകളും കോർപ്പറേഷൻ ഭരണത്തിലേക്ക് വരികയാണ്. അത് വലിയ പ്രതീക്ഷയാണ്. കേരളം പിടിക്കുന്നതിന്റെ തുടക്കമാണ് എന്നൊക്കെ നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. അതൊരു വലിയ സമ്മർദ്ദമാണ്. അത് ഞങ്ങൾ ആസ്വദിക്കുകയാണ്. കാരണം ഒരു പ്രവർത്തനം, ഒരു വർക്കും സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ മുൻപിൽ വരുന്ന സമ്മർദ്ദമെന്ന് തോന്നുന്ന കാര്യങ്ങളെയൊക്കെ തന്നെ അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ട് അതിനെങ്ങനെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന്. ഇപ്പോൾ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം തുടങ്ങുമെന്നോ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിന്റെ പദവിയെക്കുറിച്ചോ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ തന്നെ സമ്മർദ്ദങ്ങളായിട്ടാണ് ആൾക്കാർക്ക് തോന്നിയെങ്കിൽ ഞങ്ങളൊരു അവസരമായിട്ടാണ് എടുത്തത്. അതിനെ ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി. താങ്കൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം നിങ്ങൾ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തായിരിക്കുമോ ആ നേട്ടം ഉണ്ടാവും? തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിലെ പല ഭാഗങ്ങളിൽ. ഇപ്പോൾ തിരുവനന്തപുരത്തല്ലല്ലോ ആദ്യത്തെ MP ഉണ്ടായത്. തിരുവനന്തപുരത്തല്ലല്ലോ. പിന്നെ അപ്പോൾ തിരുവനന്തപുരത്ത് ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഭരിച്ചത് തിരുവനന്തപുരത്തല്ലല്ലോ. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്തും അതിന്റെ പ്രതിനിധികളുണ്ടാവും. ഒരു സംശയമില്ല. അപ്പോൾ തന്നെയും ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ BJPയെ സംബന്ധിച്ചുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പാലക്കാട് രണ്ട് ടൈം കഴിയുമ്പോഴത്തേക്ക് അവർ കേവല ഭൂരിപക്ഷം ഇല്ലാണ്ടാകുന്നു. പന്തളം പിടിച്ചതിന് ശേഷം പന്തളം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യക്ക് ആദ്യ MP ഉണ്ടായതിനു ശേഷം എത്ര നാളിന് ശേഷമാണ് താങ്കൾ പറയുന്ന ഒരു BJP MP ആദ്യമായി ഉണ്ടാകുന്നത്? അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്നത് BJP നേരിടുന്നുണ്ട്. അപ്പോൾ ഈ കോർപ്പറേഷൻ ഭരണം പിടിച്ചു എന്ന് പറയുമ്പോൾ പോലും അതിന് തുടർച്ചയുണ്ടാകുമോ എന്നൊരു സംശയം എല്ലാവരും വെച്ച് പുലർത്തുന്നുണ്ട്. എന്തിനാ അങ്ങനെ സംശയം? 5 വർഷം കഴിഞ്ഞ് വരാൻ പോണ അനാവശ്യമായ സംശയം ഇപ്പോൾ എന്തിനാ? അനാവശ്യമായ സംശയം ഇപ്പോഴെന്തിന് 5 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന ഒരു കാര്യത്തിൽ? പിന്നെ
എല്ലാ പാർട്ടികൾക്കും അധികാരം കിട്ടിയ സ്ഥലത്ത് അധികാരം നഷ്ടപ്പെട്ടിട്ടില്ലേ പല ഘട്ടങ്ങളിലായിട്ട്? ആർക്കാ അങ്ങനെ ജീവിതകാലം മുഴുവൻ അധികാരത്തിലുള്ളത്? ഒന്നോ രണ്ട് ടൈമൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും വരും. ഞങ്ങൾക്കിപ്പോൾ ഡൽഹിയിലെ അധികാരം എത്ര വർഷം ഡൽഹി സംസ്ഥാനം നഷ്ടപ്പെട്ടു, ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നില്ലേ? അതൊക്കെ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതാണ്, അല്ല കൺസിസ്റ്റൻസി ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി, വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി, അങ്ങനെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള BJPയിലെ ചർച്ചകൾ മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കുന്നുണ്ട്. താങ്കൾ മത്സരിക്കുമോ? പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. ഇപ്പം പറഞ്ഞിരിക്കുന്നത് മേയർ പണി ചെയ്യാനാണ്, ബാക്കിയെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. പാർട്ടി ഇപ്പം ഏൽപ്പിച്ചിരിക്കുന്നത് മേയർ എന്നുള്ള ജോലി ചെയ്ത് ഉത്തരവാദിത്തോടെ മുന്നോട്ട് പോകാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. എന്നോട് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഈ വർക്കാണെന്നേ, ഞാനത് ഭംഗിയായി ചെയ്തു പോകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പൂജപ്പുരയിൽ നിന്ന് കൊടുങ്ങാനൂരിലേക്ക് മാറുകയായിരുന്നു അല്ലേ? അത് നേമം വാർഡിന്റെ ഭാഗമായിരുന്നു, ഇത് വട്ടിയൂർക്കാവിന്റെ ഭാഗമാണ്. അപ്പോൾ മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവാണോ മനസ്സിൽ? അല്ല, ഇപ്പം മേയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കൊടുങ്ങാനൂർ വാർഡ് എന്നുള്ള കൗൺസിലറാണ്. അത് വട്ടിയൂർക്കാവിലാണ്. നേരത്തെ നേമത്തായിരുന്നു. നെടുമങ്ങാട് മത്സരിച്ചിട്ടുണ്ട് അസംബ്ലിയിൽ. കഴക്കൂട്ടത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോർപ്പറേഷനിൽ കൂടുതലും പ്രവർത്തിച്ച കഴക്കൂട്ടത്താണ്. ഇതൊക്കെ ഇവിടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വി രാജേഷ് ആഗ്രഹിക്കുന്നുണ്ടോ മത്സരിക്കണമെന്ന്? ഇപ്പൊ ഈ ജോലി വലിയ സാധ്യതയുള്ള സമയത്ത് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ നടക്കണമെന്ന് നിർബന്ധമില്ല. പാർട്ടി ഓരോ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ട് പറയും. ഇപ്പം മേയർ എന്നുള്ള നിലയ്ക്കുള്ള ജോലി കൃത്യമായിട്ട് ചെയ്തു പോകണമെന്ന് പറയുന്നു, അത് ചെയ്തു പോകുന്നു. താങ്കളെ അഭിനന്ദിച്ചവരിൽ ഒരാൾ ശശി തരൂർ MP ആയിരുന്നു. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനുമായി വളരെ ശക്തമായ മത്സരത്തിലൂടെയാണ് ആ മണ്ഡലം ശശി തരൂർ പിടിച്ചെടുക്കുന്നത്. ആ ശശി തരൂർ താങ്കളുടെ വിജയത്തിൽ അഭിനന്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശശി തരൂർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഒരുപക്ഷെ രാഷ്ട്രീയ മാറ്റം നടത്തും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നവരുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നു. അങ്ങനെ ഒരുപാട് സീക്വൻസുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ എന്തിന്റെങ്കിലും ഭാഗമാണോ ആ അഭിനന്ദനം? ശശി തരൂരുമായിട്ട് രാജീവ് ചന്ദ്രശേഖർജി നല്ല മത്സരം കാഴ്ചവെച്ചപ്പോഴേക്കും അതിന്റെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ഞാനായിരുന്നല്ലോ. ഞാനായിരുന്നല്ല ഇലക്ഷൻ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. കഴിഞ്ഞ ദിവസം ശബരിനാഥന്റെ കവടിയാർ വാർഡിൽ ഒരു സമ്മേളനം നടന്ന സമയത്ത് മേയർ എന്നുള്ളവർക്ക് എന്നെ ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ശശി തരൂർ MP കണ്ടത്. വികസനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വികസന കാഴ്ചപ്പാടിൽ യോജിക്കാൻ എനിക്കും തയ്യാറാണ്, എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ വെച്ചിട്ട് ഒരുമിച്ച് കണ്ടത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഞാൻ പറഞ്ഞ കാഴ്ചപ്പാടുകൾ താല്പര്യം വന്നുകൊണ്ടായിരിക്കും അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. അതിനപ്പുറത്ത് മറ്റൊരു കാര്യങ്ങളുമില്ല. അല്ല, അക്കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെയുള്ള ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നടത്തേണ്ട ആൾ ഞാനുമല്ല. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത് ഒരു പരീക്ഷണമായിരുന്നു. കേരളത്തിന് പരീക്ഷണമേ അല്ല, അത് കേരളത്തിന് പുറത്തുള്ള ഒരു വ്യക്തി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു എന്നൊരു പരീക്ഷണം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട. അദ്ദേഹം നല്ല മികച്ചൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ പറഞ്ഞത് സംസ്ഥാന നേതൃത്വത്തിൽ ഒരു ചേഞ്ച് വരുന്നു എന്ന നിലയിലാണ് നമ്മൾ അവരെ നോക്കിക്കാണുന്നത്. ആ രീതിയിലുള്ളൊരു പരീക്ഷണമായിരുന്നു അത്. വിജയശതമാനം അല്ലെങ്കിൽ വോട്ട് പെർസെന്റേജ് കുറഞ്ഞു എങ്കിൽ പോലും ഒരു റിസൾട്ട് ഉണ്ടാക്കി. കോർപ്പറേഷൻ ഭരണം ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയാകുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ അതിലുള്ള വലിയ പ്രതീക്ഷകൾ പങ്കുവെക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ പല നേതൃത്വങ്ങൾക്കും ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് സുരേന്ദ്രൻ, ഒപ്പം തന്നെ വി മുരളീധരൻ. അപ്പോൾ അതിൽ മികച്ചത് RCയുടെ ഈ ഘട്ടമാണ് എന്ന് തോന്നുന്നുണ്ടോ? എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരിലും മികവുണ്ട്. ഓരോ സംസ്ഥാന അധ്യക്ഷന്മാരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഇപ്പോൾ കുമ്മൻ രാജശേഖരൻജിയിൽ നിന്ന് പഠിക്കാറുണ്ട്. അപാരമായ കേരളത്തിന്റെ ചരിത്രമൊക്കെ അപാരമായ അറിവുള്ളതും വളരെ സ്വതന്ത്രമായ ശാന്തമായ ശൈലിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് അദ്ദേഹം. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു ടെക്നോളജിസ്റ്റാണ്, ഒരു പൊതുപ്രവർത്തകനും അഡ്മിനിസ്ട്രേറ്ററാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഏതൊരു കാര്യവും നമ്മൾ പറയുമ്പോഴേക്കും അതിന്റെ അപ്പുറം ഡൈനാമിസം ഇതിന് ചിന്തിക്കാൻ സാധിക്കും. വി മുരളീധരൻജി വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പി കെ കൃഷ്ണദാസ് ഏറ്റവും സിമ്പിളായിട്ട് പാർട്ടിപ്രവർത്തകരോട് ഇടപെടുന്ന നേതാവിൽ ഒരാളാണ്. CK പത്മനാഭൻ ഏറ്റവും തലയെടുപ്പുള്ള, കൃത്യമായിട്ട് രാഷ്ട്രീയം മനോഹരമായി പറയുന്ന, മനോഹരമായ വിമർശനങ്ങൾ നടത്തുന്ന നേതാവാണ്. K സുരേന്ദ്രൻജി ഏത് ലെവലിൽ നമുക്ക് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളിലൊക്കെ ബിൽഡപ്പ് ചെയ്തതിൽ അദ്ദേഹത്തിന് ഒരുപാട് അദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷനുണ്ട്. എന്നെപ്പോലെ ഒരു യുവതലമുറയൊക്കെ. അപ്പോൾ എല്ലാ നേതാക്കന്മാരിൽ നിന്നും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഗുണങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. താങ്കൾക്ക് ഏറ്റവും അടുപ്പമുള്ള സംസ്ഥാന അധ്യക്ഷൻ ഇതിൽ ആരാണ്? എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അടുപ്പമുള്ളവർ തന്നെ. പിന്നെ K സുരേന്ദ്രൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിരുന്നപ്പോഴാണ് ഞങ്ങളൊക്കെ യുവമോർച്ചയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഒരുപാട് കാലം ഒരുമിച്ച് സമരം ചെയ്യുകയും ഒരുമിച്ച് ജയിലിൽ കിടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് കാലം ഇപ്പോൾ മാധ്യമപ്രവർത്തനം ഒരു രണ്ടുപേര് തമ്മിൽ 25 വർഷം ഒരുമിച്ച് മാധ്യമപ്രവർത്തനം നടത്തിയുള്ളൊരു ബന്ധം ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടാവാം. ഇപ്പോൾ കോർപ്പറേഷൻ
ജയിച്ചു ഭരണം നടത്തുന്നു എന്നതിനപ്പുറം തന്നെ അത് കേരളത്തിൽ ഭരണം പിടിക്കുന്നതിന്റെ ആദ്യ ചുവടായി കാണുന്നു. അതിന്റെ ഒരു വലിയ സമ്മർദ്ദം കൂടി താങ്കൾ നേരിടുന്നുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്, ഇരട്ടി ഇതുവരെ ചെയ്തതിലും കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു അവസരമാണ്. പേഴ്സണലി വ്യക്തിപരമായി എങ്ങനെയാണ് ഈ വലിയ ഉത്തരവാദിത്തം താങ്കളെ ബാധിക്കും? സ്വാഭാവികമല്ലേ, ഇപ്പം മണി 10:45 രാത്രി, നമ്മളിപ്പോഴും ഇവിടെ എൻ്റെ ഓഫീസിലിരിക്കുകയില്ല. ഇനി ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും വിഴിഞ്ഞം പള്ളിയിൽ, ഒരു വലിയൊരു പള്ളിയിൽ അവിടെ ഉത്സവം നടക്കുകയാണ്. അവിടുത്തെ കൗൺസിലർ വിളിച്ചിരിക്കുകയാണ്. അവിടുത്തെ കൗൺസിലർ LDF ആണ്. അവരവിടെ കാത്തിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഓഫീസ് വർക്ക് കഴിഞ്ഞ് ഞാൻ നേരെ വിഴിഞ്ഞത്തേക്ക് പോവുകയാണ്. വിഴിഞ്ഞത്ത് പോയി ആ പള്ളിയിലെ ഉത്സവത്തിൽ പങ്കെടുത്തിട്ടാണ് തിരിച്ച് വീട്ടിലൊന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ 7 മണിക്കോ 6 മണിക്കോ വീണ്ടും ഫീൽഡിലേക്ക് ഇറങ്ങേണ്ടത്. സ്വാഭാവികമായിട്ട് അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ആരാണ് ഇതിൽ താങ്കളെ മുന്നോട്ട് നയിക്കുന്ന ശക്തി? നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലി. ഓക്കെ, എന്തായാലും വലിയ ഉത്തരവാദിത്തമാണ്. നന്നായി അതിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.